ഓം ശ്രീനാരായണ പരമഗുരവേ നമഃ. ഗുരുവിന്റെ ശിവശതകം എന്ന രചനയിൽ 43 ആം ശ്ലോകത്തിൽ പരമാത്മാവിൽ നിന്നുയർന്നു വരുന്ന ശക്തിയിലടങ്ങിയ സൂക്ഷ്മതന്മാത്രകളുടെ ഉണർവോടെ പരമാത്മ സങ്കല്പശക്തിയാൽ തന്നെ പഞ്ചഭൂതങ്ങളുടെ നിർമ്മിതി നടന്നുവെന്നു സൂചിപ്പിക്കുന്നു. പിന്നീട് പഞ്ചഭൂതങ്ങളുടെ പഞ്ചീകൃത പ്രക്രിയയിലൂടെ നിർമ്മിക്കപ്പെടുന്നതാണ് ഈശ്വരീയമായ ചൈതന്യം നിറഞ്ഞ ഈ സ്ഥൂല പ്രപഞ്ചം എന്നും വ്യക്തമാക്കി. അതിനാലാണ് സ്ഥൂലാവസ്ഥയിൽ ഭൗതിക നേത്രം എന്ന കർമ്മേന്ദ്രിയത്താൽ കാണപ്പെടുന്നതായി പ്രകടമാകുന്നതെന്നും വെളിപ്പെടുത്തുന്നു. ദർശനമാലയിൽ ആദ്യത്തെ ശ്ലോകം തന്നെ ഈശ്വരന്റെ സങ്കല്പശക്തി ഒന്നു മാത്രമാണ് ഈ പ്രപഞ്ചനിർമ്മിതിക്കു കാരണമെന്നും വിവരിച്ചിരിക്കുന്നു. അതുപോലെ പിണ്ടനന്ദിയിൽ ഈശ്വരന്റെ പൂർണ്ണമായ സുരക്ഷിതത്വത്തിലാണ് ഒരു കുഞ്ഞു വളർന്നു പക്വത നേടുന്നതെന്നും പറഞ്ഞിരിക്കുന്നു. ഇതിൽ നിന്നു മനസ്സിലാകുന്നത് ഒരു അച്ഛനും അമ്മയും മാത്രം വിചാരിച്ചാൽ മറ്റൊരു ജന്മത്തെയും പുതുതായി ഈ പ്രപഞ്ചത്തിലേക്കു സ്ഥൂല ശരീരത്തോടെ കൊണ്ടുവരുവാൻ സാധ്യമല്ല എന്നതാണ്. ഈശ്വരന്റെ സങ്കല്പശക്തിയോട്ടുത്ത ആത്മപ്രവേശനവും അതിന്റെ നിർമ്മിതിയും, അച്ഛനമ്മമാരുടെ സങ്കല്പം സ്വീകരിച്ച പ്രകൃതിയുടെ കനിവോടെയുള്ള ശരീരനിർമ്മിതിയും, അച്ഛന്റെയും അമ്മയുടെയും സ്വയം ആഗ്രഹം ഒരുപോലെ ഒരുമിച്ചു ചേർന്ന പുതിയ ജന്മത്തിനുള്ള സങ്കല്പങ്ങളും ചേരുന്നതാണ് ഒരു പുതിയ മനുഷ്യജന്മം എന്നു തെളിയുന്നു. ഇതിവിടെ എടുത്തു പറയുന്നത് ഗുരുദേവൻ നമ്മെ പഠിപ്പിച്ച പ്രപഞ്ചരചനയിൽ അറിവിന്റെ എത്ര ഗഹനതയാണ് അടങ്ങിയിരിക്കുന്നതെന്നതാണ്. അതിനാലാകാം ഗുരു മൊഴിഞ്ഞത്, അറിവു നിറഞ്ഞതാണീ ലോകമെന്നും ആ അറിവു സ്വീകരിക്കുവാൻ മഹാന്മാക്കളുടെ ചിത്രങ്ങൾ കാട്ടി അവരുടെ ചരിത്രത്തെ കുട്ടികളെ പഠിപ്പിക്കണമെന്നും, നല്ല നല്ല പുസ്തകങ്ങൾ വായിച്ച് മനനം ചെയ്ത് അറിവു നേടണമെന്നുമുള്ള ഗുരുവിന്റെ ആന്തരിക ആശയം നമുക്കായി നമ്മെ അറിയിക്കുവാൻ മുതിർന്നത്. ഗുരുവിനെ അറിയുവാൻ ഗുരുവിന്റെ അറിവുകൾ കോർത്ത അക്ഷരമാലകളെ അറിയണം. അതാണ് ഗുരു നിർദ്ദേശിച്ച ആത്മാവിന്റെ ഈ യാത്രയോട്ടുത്ത പരമാത്മാവിൽ തിരികെയെത്താനുള്ള ഏക മാർഗം. നമസ്തേ.